സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ്. ഈശോയോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഹു ആർ യു? കാരണം യേശു പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. യേശു പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. ഈശോ അതിന് മറുപടി പറയുന്നതാണ്, എപ്പോഴാണോ എന്നെ ഉയർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിനക്കൊരു രക്ഷകൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം പിന്നീട് നിനക്ക് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് 3-ാമത്തെ അധ്യായം 15-ാം വചനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്ന് ദൈവം ഒരു വാഗ്ദാനം നമുക്കും സാത്താൻ ഒരു ഭീഷണിയും ആയിട്ടൊരു വചനം കൊടുത്തിരുന്നു. ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് കുരിശിൽ സംഭവിച്ചേക്കുന്നത്. മരണത്തെ, പാപത്തെ അവൻ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ള സഹോദര സഹോദരി, യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിൻ്റെ രക്ഷാകര മിനിസ്ട്രിയെ വിശ്വസിക്കാതെ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാവില്ല. അതാണ് ഈശോ നമ്മോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.